മുതലപ്പുഴയിൽ അതിശക്തമായ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തുടർച്ചയായ സമരപരിപാടികളാണ് മത്സ്യത്തൊഴിലാളികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് തീരദേശ റോഡിലെ പെരുമാതുറ മുതലപ്പുഴി പാലം ഉപരോധിച്ചുകൊണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. അതിന് ന്യായമായ കാരണങ്ങളും ആവശ്യങ്ങളുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് പിന്നിലേക്ക് കാണുന്നതാണ് മുതലപ്പുഴി. മുതലപ്പുഴിയിലെ 1/4 ഭാഗത്തോളം കടലും ഇപ്പോൾ മണൽ കയറിയ നിലയിലാണ്. ഇതിന്റെ താഴ്ഭാഗം അപകടക്കെട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക. 2 മാസം കൂടി കഴിയുമ്പോൾ മൺസൂൺ ആവുകയും പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടിലേക്കും നിരവധി മരണങ്ങൾക്കും അത് കാരണമാകുമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആശങ്കപ്പെടുന്നു. എന്നോടൊപ്പം കുറച്ച് മത്സ്യത്തൊഴിലാളികൾ ഉണ്ട്. അവർ ഇതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്യും. ഇത് ശരിക്ക് എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം? അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ മദാനിയുടെ വേണ്ടി ഇത് പൊളിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് പൊളിച്ചു മാറ്റിയപ്പോൾ പൊളിച്ചു മാറ്റിയ ആ ഘടന എന്ന് വെച്ചാൽ നമ്മുടെ ഈ തെക്കേ മുട്ടിന്റെ ഘടന തന്നെ മാറിപ്പോയി. അത് കൃത്യമായ രീതിയിൽ പുനർനിർമ്മിക്കാത്തതിൽ വന്നതാണ് ഈ വർഷം നേരത്തെ കൂടി തന്നെ ഈ മണലടിഞ്ഞു കൂടിയതിന്റെ പ്രശ്നം. അത് കൃത്യമായി ഡ്രഡ്ജർ ഉപയോഗിച്ച് വളരെ വലിയ ഡ്രഡ്ജർ, ഏതെങ്കിലും മണ്ണ് മാന്തി യന്ത്രങ്ങൾ കൊണ്ടിട്ട് ചെയ്യുന്നത് പോലെ ചെയ്തിട്ടൊന്നും കാര്യമല്ല. വലിയ ഡ്രഡ്ജർ ഉപയോഗിച്ച് തന്നെ കൃത്യമായി ഡ്രഡ്ജ് ചെയ്താൽ മാത്രമേ ഇവിടത്തെ പഴയ രീതിയിലേക്ക് ആഴം തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ഇതിപ്പോ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് മുഴുവൻ മൂടി പോകില്ല അല്ലേ? ഒരാഴ്ചക്കകത്ത് ഇത് മൂടാൻ സാധ്യത ഉണ്ട്. ഒരു വെള്ളം അങ്ങോട്ട് പോകാനോ പടിഞ്ഞാട്ട് പോകാനോ തിരിച്ചു കയറാനോ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഈ മണൽ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. മണ്ണ് മാറ്റുന്നതിൽ കൂടി ഈ പുലിമുട്ടിൽ ഏകദേശം ഒരു 500 മീറ്ററെങ്കിലും പടിഞ്ഞാറിട്ട് കല്ലടിക്കണം. കല്ലടിച്ചാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായി പോയി വരാനുള്ള അതിന്റെ ആഴവും നമുക്ക് പോകാനുള്ള തിര ഇല്ലാത്ത അവസ്ഥയിൽ. ഡ്രഡ്ജ് ചെയ്യില്ലെങ്കിൽ ഇതിന്റെ അടിഭാഗം തട്ടും. എല്ലാ വെള്ളവും, ചെറുവെള്ളവും വലിയ വെള്ളവും എല്ലാം ഇതിന്റെ അടിത്തട്ടിൽ തട്ടി അതിന്റെ മെഷീനെല്ലാം കേടായി നമുക്ക് എല്ലാ കാലത്തും നഷ്ടത്തിലാണ്. ആളിനും നഷ്ടം, സ്ഥാപനത്തിന് നഷ്ടത്തിലാണ്. ഇതിപ്പോ ഈ ഒരു വള്ളം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഇത് അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണോ? ഉറപ്പായിട്ടും പറയും. ഉറപ്പായിട്ടും അപകടത്തിൽ വരുന്ന സാഹചര്യം തന്നെ വരുന്നത്. ഇപ്പൊ തന്നെ ഒരു വെള്ളം വരുന്ന കണ്ടില്ലേ? ഏകദേശം ആ മുട്ടിന് മറ്റേ മുട്ടിനോട് ചേർന്നാണ് വരുന്നത്. എന്നിട്ട് മറ്റേ നടുക്കൂടെ വരേണ്ട വെള്ളമായിരുന്നു. ഇതിപ്പോ അത് ചേർന്നാണ് വരുന്നത്. കാര്യം എന്താ, തറയെ തട്ടുമെന്നുള്ള ഇതുകൊണ്ടാണ് അവരങ്ങ് ചേർന്ന് വരുന്നത്. തറയെ തട്ടിയ ഇഞ്ചിന് ഏകദേശം 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ചെലവാക്കേണ്ടി വരും. അങ്ങനത്തെ പൈസയാണ്. കഷ്ടകാലം കൊണ്ട് അവർക്ക് ഇപ്പൊ തട്ടിയ ചെലവാക്കാൻ പൈസ. സാധാരണ പൊഴി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ മൺസൂൺ ആയാൽ അപകടങ്ങൾ ഉണ്ടാവും. ഇനി ഇപ്പൊ മൺസൂൺ കാലത്ത് എന്താവുന്ന നിങ്ങളൊരു പേടി? ഇവിടത്തെ ഈ മത്സ്യത്തിന്റെ ഇത് നിന്നുപോകും. ഇവിടെ നിന്ന് ബോട്ടുകൾക്ക് അങ്ങോട്ട് പോകാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ എന്താ പറയുന്നൊക്കെ? സർക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഒരുപാട് പൈസകൾ ഇപ്പൊ നമ്മളെ ഈ ഹാർബറിന് വേണ്ടി ഇപ്പൊ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അനുവദിച്ചെന്ന് പറയുന്നു. പക്ഷെ ഈ അനുവദിച്ചിട്ട് ഏകദേശം 2-3 മാസത്തോളമായി. ഈ അനുവദിച്ച പൈസയിൽ യാതൊരുവിധ കാരണങ്ങളും അവർ ഇതുവരെ ടെൻഡർ തുടങ്ങിയെന്നാ പറയുന്നത്. പക്ഷേ പറയുന്ന മാത്രമേ ഉള്ളൂ. ഈ വാക്കിൽ മാത്രമേ ഉള്ളൂ. വാക്കിലും അവരുടെ ഈ എഴുത്തിലും മാത്രമേ ഉള്ളൂ. ഇവിടെ ഏകദേശം ഈ ഹാർബർ വന്നതിന് ശേഷം ഒരു 200ഓളം സമരങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സമരങ്ങളിലെല്ലാം നമ്മൾ പറയുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അതാണ് ഈ വിഴിഞ്ഞം ഹാർബർ റെഡിയാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ ഈ മുതലപ്പുഴയിലുള്ള മത്സ്യത്തൊഴിലാളികളെ കുരുതി കൊടുത്തിട്ടാണ് അവർക്ക് അവിടെ അവസരം കൊടുത്തത്. ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളി മീൻ പിടിക്കാൻ പോയെന്ന്. മീൻ പിടിക്കാനല്ല, ഞാൻ വള്ളത്തിൽ ജോലിയാണ്. എന്താ ഇങ്ങനെ ഇത് മൂടി വന്നാൽ എന്താ സംഭവിക്കുക? ഇത് മൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിരക്കണക്കിന് പാവപ്പെട്ട ജോലിക്കാർക്ക് ജോലി കിട്ടാതെ വരും. ഞാൻ അഴൂരുള്ളതാണ്. എന്നിരുന്നാലും ഇത്രയും പേർക്ക് ജോലിയും നഷ്ടപ്പെടുന്ന വള്ളക്കാർക്ക് പണി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും പണി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു 6 മാസത്തിൽ കൂടുതലായി ഇതിടക്കിന് സംഭവിച്ചിട്ട് കിടക്കുന്നു. ഇത് ഏതായാലും അടിയന്തര പരിഹാരം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ഇന്ന് റോഡ് ഉപരോധിച്ചുള്ള സമരത്തിലേക്കാണ് പോയത്. ഇനിയും കടുത്ത സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. ടെൻഡറായി എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട്. നിയമസഭയിലടക്കം മന്ത്രി സജി ചെറിയാൻ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അടിയന്തര നടപടി, വളരെ വേഗത്തിലുള്ള ഒരു നടപടിയാണ് ഇവിടെ ആവശ്യം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നോക്കി നിൽക്കെ തന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് വരുന്നത്. ഇനി മൺസൂൺ ആകുമ്പോൾ സാധാരണഗതിയിൽ തന്നെ 10ഉം 20ഉം അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ 2 മാസത്തിൽ. അത് വലിയ തോതിലേക്ക് അപകട കണക്ക് പോകുമെന്നും മത്സ്യത്തൊഴിലാളികൾ ആശങ്കപ്പെടുന്നു. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. മുതലപ്പുഴയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.